രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശിവൻ വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ഹനുമാനെ ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ ആക്കി രാവണൻ്റെ സമീപം കൊണ്ടുവന്നു. ആരാണ് ഇവൻ? എവിടുന്ന് വന്നു? എന്തിനു വന്നു? ഇത്തരം ചോദ്യങ്ങളെല്ലാം പ്രഹസ്തൻ മുതലായ മന്ത്രിമാരോട് വിസ്തരിച്ച് ചോദ്യം ചെയ്യാൻ രാവണൻ അധികാരം കൊടുത്തു. ആ രാവണനെ ഹനുമാൻ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. എന്താ അത് കഥ? കേവലം 10 തലയുള്ള വലിയൊരു ശരീരം മാത്രമല്ല, അതുണ്ട്, കേവലം തന്നെയാണ്. ഇനിയും 10 തല ഇപ്പം എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. ആ മുഖത്തെ തേജസ്, ഗംഭീരമായിട്ടുള്ള കുറിക്കൂട്ട്, പട്ടുവസ്ത്രം, രക്തചന്ദനം പൂശിയിട്ടുള്ള അവസ്ഥ, ശരീരത്തിന് മുഴുവൻ കുറിക്കൂട്ട്, തേജസ് എല്ലാം കൂടി ഇങ്ങനെ കണ്ടപ്പോഴോ ഈ രാവണൻ സീതയെ കൊണ്ടുവരിക എന്ന അധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, അധർമ്മം ഇല്ലെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവും? ഹനുമാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ വേഷവും ഭാവവും എല്ലാം കൂടി ഇങ്ങനെ കണ്ടപ്പോഴേ, അതാണ് ദിവ്യദേർ ദർശനീയച്ച രക്താക്ഷേർ ഭീമദർശനൈ ദീപ്ത തീക്ഷ്ണ മഹാദംഷ്ട്രം പ്രലംബം ദശനക്ഷതൈ. ഗംഭീരമായിട്ടുള്ള ദംഷ്ട്ര, പല്ല്, 10 തലയും പർവ്വത സമാനനായിട്ടുള്ള ആ വലിപ്പവും കേമത്തൊക്കെ ഇങ്ങനെ കണ്ടു. ഗംഭീരമായിട്ടുള്ള മാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, മുത്തുമാലകളൊക്കെ, നീലാഞ്ജനം പോലെ കറുത്ത ശരീരവും ഒക്കെ കൂടി, നീണ്ട കൈകളുണ്ട്, പാമ്പുകളെ പോലെ നീണ്ടതായിട്ടുള്ള ആ കൈകളും എല്ലാം ഹനുമാൻ നിരീക്ഷിച്ചിങ്ങനെ കണ്ടു. കഷ്ടം, ഇത്രയും ഒരു ലങ്കയുടെ സാമ്രാജ്യ ആധിപത്യം കിട്ടുക, വലിയ കുഴപ്പമൊന്നും കൂടാതെ സ്വൈരമായിട്ട് വാഴാനുള്ള അവസരം കിട്ടുക വെച്ചാൽ അത് നിലനിർത്തല്ലേ സാമാന്യം ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. അവിടെ പോയി ചോദിക്കാൻ ആരും ഇല്ല രാവണനോട്. കാരണം വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് രാമൻ ഇടപെട്ടത്. അല്ലെങ്കിൽ രാവണനെ തിരിഞ്ഞു നോക്കുമോ? സംശയമാണ്. പക്ഷെ അങ്ങനെ ഉള്ള അധർമ്മം കൂടി ഇങ്ങോട്ട് ഇല്ലെങ്കിൽ ഇവൻ എവിടെ എത്തിയിട്ടുണ്ടാവും? അലങ്കൃതാവി അത്യർത്ഥം പ്രമദാഭി സമന്തത ബാലവ്യജനകത്താവി ആരാൾ സം ഉപസേവിതം. വെഞ്ചാമരൊക്കെ വീശി ധാരാളം സേവകമാർ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുണ്ട്. നികുംഭൻ മുതലായിട്ടുള്ള മന്ത്രിമാർ, പ്രഹസ്തൻ മുതലായിട്ടുള്ള പരിവാരങ്ങൾ, മന്ത്രങ്ങളോടുകൂടി മന്ത്രിമാരോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കണ കണ്ടാൽ കേമൻ തന്നെയാണ് എന്നാരും പറഞ്ഞു പോവും. 4 രാക്ഷസന്മാരാണ്, ദുർധരൻ, പ്രഹസ്തൻ, മഹാപാർശ്വൻ. ഈ രാക്ഷസന്മാരൊക്കെ ഉണ്ട് അവിടെ. പ്രഹസ്തനും നികുംഭൻ, മന്ത്രി പരിവാരത്തോടു കൂടി 4 രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ട് ആ സേവകരോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു മേരുശൃംഗത്തിനെ പോലെ, മേരുപർവ്വതം പോലെ അപാരമായിട്ടുള്ള വലിപ്പം തേജസ്സോടും കൂടി രാവണനെ നോക്കിയിട്ടങ്ങനെ കണ്ടു. ചിന്തിച്ചു, അഹോ രൂപമഹോ ധൈര്യം, അഹോ സത്വം, അഹോ ദ്യുതി, അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത. എന്തൊരു രൂപം, എന്തൊരു ധൈര്യം, എന്തൊരു പ്രകാശം, തേജസ്, രാക്ഷസരാജാവിൻ്റെ ലക്ഷണയുക്തമായിട്ടുള്ള അവസ്ഥ, എന്തൊരു കഥയാണിത് എന്ന് ഹനുമാൻ ഇങ്ങനെ നോക്കി. എത്യധർമ്മോന ബലവാൻ സ്യാദയം രാക്ഷസേശ്വര. അധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ എവിടെ എത്തിയിട്ടുണ്ടാവും? സ്യാദയം സുരലോകസ്യ സശക്രസ്യ വിരക്ഷിത. ഇന്ദ്രനെ പോലും ഇവൻ തോൽപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഇവൻ്റെ ക്രൂരങ്ങളും നിശംസങ്ങളുമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ട് ദേവദാനവന്മാരെല്ലാം ഇവനെ ഭയപ്പെടുന്നു. വലിയ പ്രതാപി തന്നെ എന്ന് പറയണം. ഇവൻ കോപിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ അടക്കി മാറ്റിമറിക്കാൻ കഴിവുള്ള രാക്ഷസനാണ്, ചില്ലറക്കാരനല്ല. ആ രാജാവിനെ നോക്കി, രാവണ രാജാവിനെ നോക്കി പലതും ആ ഹനുമാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. ആദ്യം കാണണേ, കേട്ടിട്ടേ ഉള്ളൂ, സീതയെ കൊണ്ടുപോയും ദുഷ്ടൻ, നിശംസൻ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നേരിലിങ്ങനെ കാണുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടാവുമല്ലോ. നല്ല പോലെ നോക്കി കണ്ടു. അതങ്ങനെ കഴിഞ്ഞു. രാവണനോ ഹനുമാനെയും കേട്ടിട്ട് നോക്കി കാണുക. അപ്പോൾ ഒന്ന് ഞാനും നോക്കി കാണട്ടെ. തമുദ്ഭിക്ഷമകാഭാഗുർ പിങ്കാക്ഷം പുരുതസ്ഥിതം. പിങ്കാക്ഷം മഞ്ഞ കളറുള്ള കണ്ണ് എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ആ കണ്ണുകളോട് കൂടി അപാരമായിട്ടുള്ള തേജസ്സുള്ള കണ്ണ്. അതിങ്ങനെ കണ്ടു. നോക്കിക്കൊണ്ട് കോപം പൂണ്ടു. അമ്പട കേമാ,
എൻ്റെ പുത്രനായിരിക്കുന്ന അക്ഷകുമാരനെ നീ വധിച്ചു അല്ലേ? ബാക്കി മന്ത്രിപുത്രന്മാരെ പഞ്ചസേനാപതികളെയും വധിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഉദ്യാനം വാനരസ്വരൂപം സ്വഭാവത്താൽ നീ വധിച്ചു. നീ എല്ലാം ഭഞ്ചിച്ച് നശിപ്പിച്ചു. കാണിച്ചു തരാം. ഏതായാലും എൻ്റെ മുമ്പിൽ വന്നില്ലേ? പറഞ്ഞു, ആ കൈലാസത്തിൽ പോയപ്പോൾ നന്ദി ശപിക്കേണ്ടായി, രാവണ സ്ത്രീ നിമിത്തം നിനക്ക് നാശം സംഭവിക്കട്ടെ. ആ സാക്ഷാൽ നന്ദി മിഹാഗത, ആ നന്ദി രൂപെടുത്തിട്ട് ഇവിടെ വന്നതാണോ എന്ന് തന്നെ അങ്ങനെ തോന്നി എന്ന് പറയുകയാണ്. ബാണാസുരൻ അവിടെ യുദ്ധം ചെയ്തിട്ട് കാരണം തോറ്റിട്ടുണ്ട്, പ്രഹസ്തൻ. അതുകൊണ്ട് ഇവൻ ആരാണ്? ബാണാസുരനാണോ? കോപാരണനേത്രമായി പ്രഹസ്തനേത്രൻ പ്രഹസ്തനോട് പറഞ്ഞു, പ്രഹസ്ത ഇവനെ ചോദ്യം ചെയ്യൂ. ദുരാത്മാ പൃച്ഛതാമേഷ കുതക്കിം വാസ്യ കാരണം. എന്തിനിവിടെ വന്നു? ആരുടെ കാര്യമായിട്ട് വന്നു? ആരുടെ ദൂതനാണ്? എന്തിനാണ് ഉദ്യാനം നശിപ്പിച്ചത്? എൻ്റെ രാക്ഷസന്മാരും അക്ഷകുമാരനുമായിട്ട് യുദ്ധം ഉണ്ടായി അവനെ വധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രൻ്റെ ദൂതനാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഇന്ദ്രൻ്റെ ദൂതനോ വിഷ്ണുവിൻ്റെ ദൂതനോ ആരാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. രാവണസ്യ വചശ്രുത്ത പ്രഹസ്തോ വാക്യമബ്രവീൻ. പ്രഹസ്തം പറഞ്ഞു, സമാശ്വതി ഭദ്രം ദേ ന നിഭീകാരിയ ത്വയാ കപേ. വാനര, നീ പേടിക്കണ്ട, അങ്ങനെയൊന്നും നിന്നെ ഉപദ്രവിക്കില്ല. നീ ഒറ്റ കാര്യം പറഞ്ഞേ, സത്യമാണ് പറഞ്ഞാൽ മതി. ഇവിടെ എന്തിനു വന്നു? ആരുടെ ദൂതനാണ്? എന്നിട്ട് സത്യമാണ് പറഞ്ഞാൽ നിന്നെ വിടുന്നുണ്ട്. മോക്ഷയിഷ്യാമി, നിന്നെ വിടാം. മോക്ഷസേ തത്വമാക്കിയാകിമേ ഭൂത്തേ. ഭയം നിനക്കുണ്ടാവണ്ട വാനര. മോക്ഷസേ, നിന്നെ മോചിപ്പിക്കാം. അതുകൊണ്ട് പറഞ്ഞു കിട്ടണം, അത്രയേ വേണ്ടൂ. കുബേരൻ്റെ മറ്റോ ദൂതനാണോ? യമൻ്റെ ദൂതനാണോ? വരുണൻ്റെ ദൂതനാണോ? ഇന്ദ്രൻ്റെ ദൂതനാണോ? വിഷ്ണുവിൻ്റെ ദൂതനോ? ആരാണ് നീയെ എന്ന് പറയേ വേണ്ടൂ. സത്യം പറഞ്ഞാൽ നിന്നെ വിടാം, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം കഷ്ടമാണ്. ദുർലഭം തവ ജീവിതം. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം സംശയ. നുണയും അസത്യവും പറഞ്ഞാൽ ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ. ഇവിടെ കള്ളം പറയാനൊന്നും പറ്റില്ല, സത്യം മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിനക്ക് പ്രാണഹാനി തന്നെ വരും. അതുകൊണ്ട് സത്യം പറയാൻ നീ ആരാണ്, എന്താണ്? ഹനുമാൻ പുഞ്ഞിങ്ങനെ പുഞ്ചിരിച്ചു തന്നെ ഭീഷണിപ്പെടുത്തണത്. ജാതിരേവ മമത്തേഷ വാനരോഹം ഇഹ ആഗത ദർശനേ രാക്ഷസേന്ദ്രസ്യ തരിതം ദുർലഭം ഭയ. രാവണനെ കാണാൻ വേണ്ടി വന്ന വാനരനാണ് ഞാൻ. നീ ഒരു വാനരനല്ല എന്നും പറഞ്ഞു. ഏതോ ഒരു സത്വം അല്ലെങ്കിൽ ഒരു ഭൂതം, ഒരു വാനര ശരീരം സ്വീകരിച്ച് വന്നതാണ് ഇവിടെ. അപ്പം ഹനുമാൻ നിഷേധിച്ച് അതൊന്നുമല്ല, ഞാൻ വാനരൻ തന്നെയാണ്. നീ വാനരൻ തന്നെ ആവാനും പോണുള്ളൂ. ഞാൻ വാനരനായിരുന്നു. എനിക്ക് വേറൊരു ഭാവമൊന്നുമില്ല. വാനര രൂപം എടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഉദ്യാനം ഭഞ്ചിച്ചത്? ചിലരെയൊക്കെ വധിച്ച് രാവണനെ ഒന്ന് കാണാൻ. അത്ര വേഗം ഇവിടെ വന്ന് രാവണനെ കാണണം എന്നൊരു വാനരൻ പറഞ്ഞാൽ നിങ്ങൾ ഗവനിക്കുമോ? ഇപ്പോൾ കാണാൻ പറ്റില്ല, പോടോ അവിടുന്നൊക്കെ പറയും ഇല്ലേ? അപ്പോൾ അതിന് ഒരു സന്ദർഭം ഉണ്ടാക്കി. ഇപ്പോൾ എനിക്ക് രാവണനെ കാണാനായിട്ട് സാധിച്ചു. അതിനുവേണ്ടി ഉദ്യാനം നശിച്ചു. വനണ്ടാട്ടതരാജസ്യ ദർശനാർത്ഥേ വിനാശിതം. രാവണ, ആ രാവണനെ ഒന്ന് കാണണം. അതിപ്പോൾ ഈ ഉദ്യാനം നശിപ്പിച്ചാലേ സാധിക്കുള്ളൂ. തതത്തെ രാക്ഷസ പ്രാപ്ത ബാലിനോ യുദ്ധകാംക്ഷിണ ബലിനോ യുദ്ധകാംക്ഷിണ. ആ സമയത്ത് ശക്തരായ രാക്ഷസന്മാർ യുദ്ധത്തിന് വന്നു. എനിക്കിപ്പോൾ എൻ്റെ രക്ഷ നോക്കാണ്ട് പറ്റുമോ? അവരെ കാണിക്കണത് കണ്ടു നിന്നാൽ എൻ്റെ തല പോവില്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോവില്ലേ രാവണരാജാവേ? അപ്പോൾ എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നെ കൊല്ലാൻ വന്നു, ഞാൻ ചെറുത്തു. അപ്പോൾ കൊല്ലപ്പെട്ടത് അവരാണ്. അതിന് ഞാനെന്ത് ചെയ്യാനാ? അതുകൊണ്ട് ബ്രഹ്മാവ് എനിക്ക് വരം തന്നുണ്ട്. ഇന്ദ്രജിത്ത് എന്ന് കിട്ടിയിട്ടുള്ള അതേ വരം ഹനുമാനുണ്ട്. ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധനസ്ഥനാവില്ല. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മോചിതനായിട്ടും എന്നെ പിടിച്ച് വലിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നു. ഞാൻ രാമദൂതനാണ്. വിമുക്തോപ്യകമസ്ത്രേണ. ഇപ്പം ഞാൻ ബ്രഹ്മാസ്ത്ര ബന്ധിതനല്ല. എന്താ കാരണം? കയറുകൊണ്ടും ബാക്കി സംഗതികളെ കൊണ്ടും എന്നെ കെട്ടി രാവണാന്നെൻ്റെ ദൂതന്മാർ. മറ്റ് ബന്ധനം വന്ന ബ്രഹ്മാസ്ത്രം മാറി നിൽക്കുന്നതാണ്. ബ്രഹ്മാസ്ത്രം മാത്രമേ പാടൂ. കയറുകൊണ്ടും മറ്റ് വസ്തുക്കളെ കൊണ്ടും എന്നെ കെട്ടിയത് കാരണം എന്തുണ്ടായി? ബ്രഹ്മാസ്ത്ര ബന്ധനം നീങ്ങി. പക്ഷേ ഞാൻ സ്വതന്ത്രനാണെങ്കിലും സ്വാതന്ത്ര്യം ഉപയോഗിച്ചില്ല. സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി? നിന്നെ കാണാൻ വേണ്ടി. രാജാവിനെ കാണുന്നതിനാണ് ഈ അസ്ത്രത്തെ ഞാൻ അംഗീകരിച്ചത്. ഞാൻ ബ്രഹ്മാസ്ത്ര ബന്ധിതനല്ല എന്ന് പറയുകയാണ്. വിമുക്തോപ്യകമസ്ത്രേണ. ഞാൻ അസ്ത്രത്തിൽ നിന്ന് മുക്തനാണ്.
കേനചിത് രാമകാര്യേണ ആഗതോസ്മിതവാന്തികം. രാമകാര്യത്തിനായിക്കൊണ്ട് നിൻ്റെ അടുത്ത് വന്നതായിട്ടുള്ള ദൂതനാണ് ഞാൻ. ആരാണെന്ന് മനസ്സിലായില്ല എന്ന് വേണ്ട. ഇങ്ങനെ യാതൊരു കൂസലും പേടിയും രാവണനെ ഒട്ടും ബഹുമാനമില്ലാണ്ട് ധൈര്യസമേതം പറഞ്ഞു. ആ വന്ന കാര്യം എന്താ? അടുത്ത ചോദ്യം അതാണല്ലോ, ആരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വന്ന കാര്യം എന്താ? ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. അഹം സുഗ്രീവ സന്ദേശാതികപ്രാപ്തതവാന്തികേ രാക്ഷസേ ശകരീശസ്തം പ്രാതാകുശലമബ്രവീത്. സുഗ്രീവൻ്റെ മന്ത്രിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞയച്ചതായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നാനാണ്. സോദരനായ വാനരനാഥൻ നിന്നോട് കുശലം ചോദിക്കുന്നു. എന്താ രാവണ, സുഖല്ലേ? എന്തൊക്കെയാണ് നിൻ്റെ അവസ്ഥ എന്ന് സുഗ്രീവൻ അങ്ങയോട് ചോദിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചതുരംഗപ്പടയുള്ളവനും ഈ ലോകത്തിന് ബന്ധുവും ദേവന്മാരെ പോലെ ശോഭിക്കുന്നവനും ആയ ദശരഥൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. അങ്ങ് കേട്ടിട്ടുണ്ടാവും. ചതുരംഗപ്പടയുള്ളവനും ലോകത്തിൻ്റെ മുഴുവൻ ബന്ധു, ശത്രുവില്ല, അജാതശത്രുവാണ് പറയും. അങ്ങനെയുള്ളവർക്ക് ഇന്ദ്രസമാനമായിട്ടുള്ളൊരു രാജാവുണ്ടായിരുന്നു, ദശരഥൻ എന്ന് പേര്. ആ ദശരഥൻ 4 മക്കളുമുണ്ട്. രതിരമണ തുല്യരായ 4 പേരുണ്ട് പോൽ രാമായണത്തിൽ. രതിരമണ തുല്യരായി കാമദേവനെ പോലെ രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാർ 4 പുത്രന്മാരുണ്ട്. അതിൽ മൂത്തപുത്രനായിരിക്കുന്ന രാമനെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നു. സംഗതിവശാൽ ചുരുക്കിയിട്ട് ഒക്കെ ഇപ്പോൾ അവിടെ പറയുന്നില്ല, അങ്ങ് അയക്കേണ്ടി വന്നു എന്ന്. പിതുർ നിദേശ നിഷ്ക്രാന്ത പ്രവിഷ്ടോ ദണ്ഡകാവനം. അച്ഛൻ്റെ ആ നിർദ്ദേശത്താൽ കാട്ടിലേക്ക് പോകേണ്ടി വന്നു. കൂടാര് പോയി? ലക്ഷ്മണനും സീതയും പോയി. ലക്ഷ്മണേന സഖ ഭ്രാത്ര സീതയാ സഖ ഭാര്യ. രാമൻ ഒറ്റയ്ക്കാണോ പോയത് എന്നാണെങ്കിൽ അല്ല. രാമോ നാമ മഹാതേജ ധർമ്മ്യം ബന്ധാനമാശ്രിത. ധർമ്മപദത്തെ ആശ്രയിച്ച ആളാണ് രാമൻ. അച്ഛൻ പറയേണ്ട താമസമേ ഉള്ളൂ. ഒട്ടും അതിനെ മടി കൂടാതെ സ്വീകരിച്ചു. കൂടാര് പോയി? സീതയും പോയി. ലക്ഷ്മണൻ അനുജനായിട്ടും പോയി. തസ്യ ഭാര്യ ജനസ്ഥാനെ നട്ട സീതേതി വിശ്രുത. ആ രാമൻ്റെ പത്നിയായിട്ടുള്ള സീത കാട്ടിൽ വെച്ചിട്ട് ജനസ്ഥാനത്ത് വെച്ച് അപഹരിക്കപ്പെട്ടു. ആരാ അപഹരിച്ചത് നിനക്കറിയാലോ രാവണ, ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? മാർഗമാണത്തു താം ദേവി രാജപുത്രത്തകാനുജ. ആ സ്ത്രീ ദേവിയെ അന്വേഷിക്കണം. തൻ്റെ വീട്ടിലത്തെ ഏതംഗം പോയാലും അന്വേഷിക്കണം. പത്നിയാൻ പറയാനുമില്ല. രാമനെ നോക്കിയിരിക്കാൻ പറ്റുമോ? മാർഗമാണത്തു താം ദേവിയും. ആ ദേവിയെ അന്വേഷിച്ച് ഋഷ്യമൂകാചലത്തിലെത്തി സുഗ്രീവനെ കണ്ടു എന്ന് പറയണം. അവിടെ സഖ്യം ചെയ്തു. ഞാൻ സീതയെ അന്വേഷിച്ച് പിടിച്ചു തരാം എങ്കിൽ ബാലിയെ വധിച്ചിട്ട് എന്തുണ്ടാവും? കിഷ്കിന്ത ഞാനും നടക്ക് നേടിത്തരാം. സുഗ്രീവത്താവിതോ രാജ്യേ ഹര്യക്ഷാണാം ഗണേശ്വര. ഹര്യക്ഷന്മാർ വാനരന്മാരുടെ നേതാവായിട്ട് സുഗ്രീവനെ വാഴിക്കുകയും ചെയ്തു. ആ ബാലിയെ നിനക്ക് അറിയില്ലേ രാവണ? അറിയാതിരിക്കാൻ വഴിയില്ലേ? കാരണം ആ കുറേ കഥകളൊക്കെ ഉണ്ട്. പണ്ട് ബാലിയോട് ഒന്ന് മുട്ടണം രാവണന് ഒരാഗ്രഹം. നാരദൻ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ രാവണന്. രാവണ, ബാലി ഇത്ര കേമനാണെന്നും പറഞ്ഞ് ഒരു വാനരനാണ് എന്നൊന്നും വിചാരിച്ചിട്ട് ഇത്രയ്ക്കൊന്നും അഹങ്കാരം പാടില്ല. നമുക്കതൊന്ന് ശരിയാക്കണ്ടേ? പിന്നെന്താ, പോരൂ, എൻ്റെ കൂടെ പോരൂ എന്നിങ്ങനെ പറഞ്ഞ് ബാലി സന്ധ്യാവന്തനം ചെയ്തതായിട്ട് സമുദ്രത്തിലിരിക്കണത് അത്രേ കണ്ടത്. കണ്ടപ്പോൾ തന്നെ രാവണൻ ഞെട്ടി. ഇത് വാനരനാണോ അതോ പർവ്വതമാണോ നാരദ? അത് ബാലിനെയാണ്. ഇതാണ് ബാലി. കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈശ്വര, ഇതെങ്ങനെ ബാലിയാവുക എന്ന് ആ കാഴ്ചയിൽ തന്നെ രാവണൻ ഞെട്ടിക്കഴിഞ്ഞിരിക്കണം. അമാതിരി വലിപ്പമുള്ള ബാലിയാണ്. എന്നിട്ടോ നാരദൻ പറഞ്ഞു, അങ്ങ് പേടിക്കൊന്നും വേണ്ട. അങ്ങയുടെ ആ കൈകളുടെ ശക്തി, കാലിൻ്റെ ശക്തി അങ്ങേക്ക് അറിയാഞ്ഞിട്ടാ. ഒറ്റ ഇടി ആ കാലുകൊണ്ടാണ് കൊടുത്തു നോക്കൂ, ബാലി തീർച്ചയായിട്ടും കീഴടങ്ങും. കാല് കൂട്ടിയാണ് ഇടിച്ചില്ലേ, കാല് അതിലാണ്ട് കുടുങ്ങി. ഒരു കാല് കുടുങ്ങിയപ്പോൾ നാരദൻ സംവാദം, അങ്ങക്ക് 19 കാലില്ലേ, വേറൊരു കാലുകൊണ്ട് ഇടിച്ച 2 കാലും ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കുക. ആ കാലും അവിടെ കുടുങ്ങി. ഇങ്ങനെ 19 കാലും കുടുങ്ങി, 20 കാലും 20 കൈയും കുടുങ്ങി. ഇത്രേ ബാലിയുടെ വാലിൻ്റെ ഉള്ളിലേ.
ഓരോരോ തലകളായിട്ട് നാരദൻ ഇതേപോലെ കുടുക്കി. 9 തല കുടുക്കിയപ്പോൾ പറഞ്ഞു, അങ്ങടെ 10ാമത്തെ തലയുണ്ട്, ഈ 9 തല ഇങ്ങോട്ട് എടുക്കാം. 10ാമത്തെ തലയാണ് ഏറ്റവും ശക്തിയുള്ളത്. എനിക്കറിയാം, അങ്ങേക്കറിയില്ല അങ്ങയുടെ തലയുടെ വലിപ്പം. നാരദൻ പറഞ്ഞു കേട്ടപ്പോൾ തീർച്ചയായും അവിടെ ആ തലയും കൂടി ആയിട്ട് കൂട്ടിയിടിച്ചില്ലേ, വാലിൻ്റെ ഉള്ളിൽ കുടുങ്ങി. 10 തലയും 20 കൈകളും 20 കാലും വാലിയുടെ ഉള്ളിലേക്ക്, ആ വാലിൻ്റെ ഉള്ളിലാണ്ട് കുടുങ്ങിയിട്ട് പിന്നെ ഒരു പ്രയോഗമുണ്ട്, സമുദ്രത്തിൽ മുക്കലും പൊങ്ങലും മുങ്ങലും പൊങ്ങലും അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടുള്ള ആ ഒരു കഥ. അങ്ങനത്തെ ബാലിയെ ഓർമ്മയില്ലാണ്ടിരിക്കുമോ രാവണൻ? അതവിടെ ഓർമ്മിച്ചത്. തയാ വിജ്ഞാത പൂർവശ ബാലി വാനരപുങ്കവ, വാനരശ്രേഷ്ഠനായിട്ടുള്ള ബാലിയെ രാവണ നിനക്കറിയാതിരിക്കില്ല. സ തേന നികത സംഖ്യേ ശരേണേന വാനര. ആ ബാലിയാണ് ഒറ്റ ശരം കൊണ്ട് രാമൻ വധിച്ചത്. അപ്പം രാമൻ ആരാന്ന് നീ ഓർത്തോ? ചില്ലറക്കാരനല്ല. സ സീതാമാർഗണേ വ്യഗ്ര സുഗ്രീവ സത്യസങ്കര ഹരീൻ സംപ്രേഷയാമാസത് ശത്രവം നിരീശ്വര. എത്ര ശക്തന്മാരായിരിക്കുന്ന വാനരന്മാർ ഈ സുഗ്രീവൻ്റെ കൈവശം ഉണ്ടെന്നറിയോ? ബാലി വധിച്ചു, സുഗ്രീവൻ ഉണ്ട് അവിടെ ബാക്കി. ആ സുഗ്രീവൻ്റെ കീഴിൽ 10 ആനകളുടെ ശക്തി, 100 ആനകളുടെ ശക്തി, 1000 ആനകളുടെ ശക്തി, കണക്കാക്കാൻ പറ്റാത്ത ആനകളുടെ ശക്തി. എത്ര ആനകളുടെയാന്ന് പറയാൻ പറ്റില്ല അത്രേ. ആ മാതിരി ശക്തിയുള്ള വാനരന്മാരുണ്ട്. രാവണ അവരെ നാനാദിക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. തെക്കോട്ട് വടക്കോട്ട് മേപ്പട്ട കീഴ്പട്ട് 3D ആണ്, എല്ലാ ഡയമെൻഷനിലേക്കും അയച്ചിട്ടുണ്ട്. മേലോട്ടും കീഴ്പട്ടും തിരശ്ചീനായിട്ടും ഗരുഡനെ പോലെ വായുവിനെ പോലെ അവർ പോയിരിക്കുന്നു. വാനരവീരന്മാർ എല്ലാ സ്ഥലത്തും ഈ ലോകത്തിൽ 14 ലോകത്തിലും തടസ്സം കൂടാതെ സഞ്ചരിക്കാൻ കഴിവുള്ള കേമന്മാരാണ് എന്ന് നീ അറിയണം. അവരൊന്നും ചില്ലറക്കാരല്ല എന്ന് പറയാണ്. അവരെ അയച്ച കൂട്ടത്തിൽ ഞാൻ ഹനുമാൻ ആ കൂട്ടത്തിൽ സുഗ്രീവനെ സഹായിക്കാൻ സമുദ്രം കടന്ന് ഇവിടെ വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് രാവണ കൂടുതലൊന്നും നീട്ടണില്ല. എനിക്കെന്തേ പറയാനുള്ളൂ, പരതാരങ്ങളെ ഇപ്രകാരം കൊണ്ടുവന്ന് ദ്രോഹിക്കുന്നത് നിനക്ക് ഭൂഷണമല്ല. പരതാരാൻ മഹാപ്രാജ്ഞ നോപരോധും തമർഹസി. നീ വലിയ വേദജ്ഞനും കഴിവുള്ള ആളൊക്കെ അല്ലേ, അറിവുള്ളവനല്ലേ. ധർമ്മശാസ്ത്രം അനുസരിക്കുന്ന നീയെ മറ്റൊരാളുടെ പത്നിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ധർമ്മമാണോ രാവണ? ഇത് അങ്ങേക്ക് ചേരുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ധർമ്മവിരുദ്ധം ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കച്ചലക്ഷ്മണം മുക്താനാം രാമകോപാനുവർത്തിനാം. രാമൻ പറയുന്നതനുസരിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആ ലക്ഷ്മണൻ്റെ ശരങ്ങളുടെ മൂർച്ച നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അറിയണ്ടെങ്കിൽ ഈ സീതയെ തിരിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ അതെന്താണെന്ന് നീ അറിയും. പിന്നെ നിനക്കൊന്നും അറിയേണ്ടി വരില്ല. രാമലക്ഷ്മണന്മാരുടെ ശരം മേൽ തറച്ചാൽ പിന്നെ ഒന്നും ഈ ലോകത്തിൽ നിനക്ക് അറിയേണ്ടി വരില്ല. അവിടേക്കാണപ്പം നിൻ്റെ പോക്ക് എന്നാണ് എനിക്ക് തോന്നണത്. ആ രാമന് അപ്രിയം ചെയ്തിട്ട് സുഖിക്കാം എന്ന് ഈ 14 ലോകത്തിൽ ആരാണ് രാവണ കരുതുക? ആ രാവണ അപ്രിയം ചെയ്ത് ശത്രുവാക്കി തീർത്തിട്ട് സുഖിച്ചു വാഴാം എന്ന് വിചാരിക്കുന്ന നിൻ്റെ ബുദ്ധി അപാരം തന്നെ. കളിയാക്കുകയാണ് ഹനുമാൻ. തൽത്രികാലഹിതം വാക്യം ധർമ്മ്യം ഇത്താനുയായി ച മന്യസ നരദേവായ ജാനകീം പ്രതിദീയതാം. ഇനി ഞാൻ പറയണം, ആ ജാനകിയായിട്ടുള്ള സീതയെ നീ തിരിച്ചു നൽകുക. ഇതുവരെ കഴിഞ്ഞ ഫയലൊക്കെ രാമൻ ക്ലോസ് ചെയ്തോളും. എന്തിനു വേണ്ടിയാ? സ്വയം നാശം വരുത്തി വയ്ക്കണം. ഈ ലങ്ക മുഴുവൻ ചുട്ട് പൊട്ടിച്ച് ഭസ്മമാക്കി സ്ത്രീകളൊക്കെ അനാഥരായിട്ട് കരഞ്ഞ് ആരും ഇല്ലാത്തതായിട്ടുള്ള രീതിയിൽ രാവണ നിൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിട്ട് ആ ശരത്താൽ കൊല്ലപ്പെട്ട് ഭൂമിയിൽ വീണ് കിടക്കണ ആ ഒരു അവസ്ഥയെ നിനക്ക് കൈനീട്ടി വരുത്തണോ? വീട്ടിനകത്തുള്ള 5 തലയുള്ള പാമ്പിനെയാണ് നീ കൊടുന്നു വെച്ചിരിക്കുന്ന സീത. പാമ്പൊന്ന് ചീറ്റി നയാതയ്ക്കൊന്ന് കൊത്തിയാൽ കഴിഞ്ഞില്ലേ കഥ. ലക്ഷിതേയമ്മയാ സീത തഥാശോകപരായണ. സദാ ദുഃഖത്തിലാണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ സീത. പഞ്ചാസ്യമിവ പന്നകാം. 5 മുഖമുള്ള പാമ്പാണ്, 5 തലയുള്ള പാമ്പാണ് എന്ന് നീ കരുതിക്കോ. ഇത് നിൻ്റെ സർവനാശത്തെ വരുത്തും. കൊണ്ടുപോയിട്ട് രാമന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. വളരെയേറെ തപക്ലേശം കൊണ്ടും തപസ് ചെയ്തിട്ടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് നീ നേടിയിട്ടുള്ള ഈ ലങ്ക
ദീർഘായുസ് അടക്കമില്ലാണ്ടാവും, എൻ്റെ ആയുസ് പോലും പോവും, സമ്പാദിച്ച സർവ്വലങ്കയും ഭസ്മാവാൻ പോവുകയാണ്. അതൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നീ ഉണ്ടാക്കിയത്. തപസ് ചെയ്തിട്ടാണ് രാവണന് തപശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അവിടെ നീ ഇപ്പോൾ വിചാരിക്കണ്ടല്ലോ നീ അവധ്യനാണെന്ന്. ഒരു മനുഷ്യൻ മാത്രമേ നിന്നെ കൊല്ലാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നീ സമാധാനിച്ചിരിക്കുന്നത്. ദേവദാനവഗന്ധർവന്മാരാരും തന്നെ കൊല്ലില്ല എന്ന് വിചാരിച്ചിട്ടാണ് നീ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റി. രാമൻ മനുഷ്യനാണ്. ആരാണ്? പക്ഷേ വിഷ്ണുവായിട്ട് അവതരിച്ചിരിക്കുന്നു, വിഷ്ണു രാമനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേവലം മനുഷ്യനല്ല, നിന്നെ കൊല്ലാൻ ഇപ്പതാ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിൻ്റെ മരണമുണ്ട്, നീ അവധ്യനാണ് എന്ന വിചാരം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോ. രാഘവൻ മനുഷ്യനും സുഗ്രീവൻ വാനരന്മാർ ശ്രേഷ്ഠനുമാണ്. അവർ രണ്ടുപേരും ഇങ്ങോട്ട് എത്തിച്ചേർന്നാൽ നിൻ്റെ കഥ കഷ്ടം തന്നെയാണ്. നീ ബാക്കി ഉണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുണ്ടാവില്ല. അതുകൊണ്ട് ആ ധർമ്മം ചെയ്ത് നേടിയതായിട്ടുള്ള ധർമ്മപ്രകാരം നേടിയിട്ടുള്ള ഇതിനെ മുഴുവൻ നീ നഷ്ടപ്പെടുത്തരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹനുമാനും രാവണനും തമ്മിലുള്ള സംവാദമാണ്. അതുകൊണ്ട് അധർമ്മമായിട്ടുള്ള കാര്യത്തിൻ്റെ കുറേ ധർമ്മം നീ ചെയ്തു, നല്ലത് നേടി, ശരി. ഒരുപാട് അധർമ്മം നീ ചെയ്തിട്ടുണ്ട്. ആ അധർമ്മത്തിൻ്റെ ഫലം ഇനി അധികം താമസമില്ലാതെ നീ അനുഭവിക്കാൻ പോവുകയാണ്. രാമശരം ഏറ്റ് നീ നിലത്ത് വീഴാൻ ഇനി അധികം താമസമില്ല. അതിനുള്ള കാരണം നീ തന്നെ രാവണ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജനസ്ഥാനവധം ബുദ്ധ ബാലിനച്ചവതന്ധത. ജനസ്ഥാനത്തെ 14,000 രാക്ഷസന്മാരെ വധിച്ചത്, ബാലിയെ വധിച്ചത്, രാമനും സുഗ്രീവമായിട്ടുള്ള സഖ്യം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നീ വേണ്ടത് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ലങ്കയുണ്ടല്ലോ, നീ വിചാരിക്കണ കേമത്തൊന്നും ഇതിനില്ല. ഞാനൊരാൾ വിചാരിച്ചാൽ ഇതിനെ മുഴുവനും നശിപ്പിക്കാൻ പറ്റും ഇല്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ എനിക്കതിന് രാമൻ്റെ അനുവാദം ആവശ്യമുണ്ട്. മിലിറ്ററിയിലൊക്കെ ഫയർ എന്ന് പറഞ്ഞാലേ ഫയർ ചെയ്യാൻ പാടൂ, കലക്ടർ ഓർഡർ കൊടുത്താലേ ഫയർ ചെയ്യാൻ പാടൂ, അല്ലെങ്കിൽ അവൻ്റെ പണി പോവും. അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല എന്നേ ഉള്ളൂ. എന്നെയും ഈ ലങ്കയും ചുട്ടുപൊട്ടിച്ച് നശിപ്പിക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ രാമൻ്റെ ആജ്ഞ അതിനാവശ്യമാണ്. ഞാൻ രാമൻ്റെ ആജ്ഞാനുവർത്തിയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ഞാനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നീ ഒരിക്കലും നശിക്കില്ല എന്ന് വിചാരിക്കണ ഈ ലങ്ക അത്ര അനശ്വരമൊന്നും അല്ല രാവണ. ഇതിനെ നശിപ്പിക്കാൻ ഉള്ള എല്ലാവിധ പശ്ചാത്തലവും ഇപ്പം നീ തന്നെ തെറ്റിച്ചിരിക്കുന്നു. അങ്ങനെ രാമനെ ഉപദ്രവിച്ചിട്ട് സുഖിക്കാം എന്ന് നീ വിചാരിക്കേണ്ട. ഇന്ദ്രനോ ദേവന്മാർക്കോ ഈ രാമനെ എതിർക്കാൻ സാധിക്കില്ല. പിന്നെ വേണ്ടേ രാവണ നിനക്ക്? ആരെയാണോ നീ സീത എന്ന് വിചാരിച്ച് ഒരു സാധാരണ സ്ത്രീ ആയിട്ട് കണക്കാക്കുന്നത്, അവൾ ആരാണറിയോ? രാമപത്നിയാണ്. നീ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് കാരണം നിൻ്റെ സർവനാശം വരുത്താൻ അവൾക്ക് സാധിക്കും. ആ മനസ്താപം മതി നിൻ്റെ സർവനാശത്തിന് കാരണം. സാധാരണ സ്ത്രീയല്ല, രാമപത്നിയാണ്. രാമനിൽ സർവാത്മനാ മനസ്സുറപ്പിച്ച് മറ്റൊന്നും മനസ്സുകൊണ്ട് ചിന്തിക്കാത്തവൾ ആണ്. അതുകൊണ്ട് സീതയുടെ തേജസ് കൊണ്ട് ദഹിച്ചതായിട്ടുള്ള ഈ ലങ്ക ഇനി എന്താണ് ആവാൻ പോണത്? രാമശരത്താലും രാമൻ്റെ സുഗ്രീവ യുദ്ധം കാരണം തകർന്ന കോട്ടകൾ, കൊത്തളങ്ങൾ, കെട്ടിടങ്ങൾ, മരിച്ച ശവശരീരങ്ങൾ ഇവ നിറയാൻ പോവുകയാണ്. ഈ ലങ്കയിൽ തകർന്ന കെട്ടിടങ്ങളും മരിച്ച ശരീരങ്ങളും കബന്ധങ്ങളും നിറയാൻ പോവുകയാണ്, രക്തക്കളമാക്കാൻ പോവുകയാണ്. അതാവാണ്ട് രക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ. രാമനോട് സംസ്ഥാപരാധം പറഞ്ഞിട്ട് സീതയെ കൊണ്ടേ കൊടുക്കുക. എന്താ ആവശ്യമാണ് നിനക്കുള്ളത്? ഇഷ്ടംപോലെ സ്ത്രീകളില്ലേ, പല വംശത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ ഉണ്ടായിട്ട് ഈ സീതയെ കൊണ്ട് നിനക്ക് എന്താ ആവശ്യമുള്ളത്? സർവനാശമല്ലാണ്ട് ആണ് കൊണ്ടേ കൊടുത്താൽ നിനക്കും രക്ഷപ്പെടാം, ലങ്കയ്ക്കും ലങ്കാവാസികൾക്കും രക്ഷപ്പെടാം. അതല്ലേ രാവണ ബുദ്ധി? നിനക്ക് നല്ലതാണ് ഞാൻ പറയുന്നത്, ഹിതം, നിനക്ക് ഹിതമായിട്ടുള്ളതാണ് ഞാൻ പറയേണ്ടത്. സത്യമായിട്ടുള്ള വാക്ക് വേണച്ചാൽ നീ കേട്ടോ. സത്യൻ രാക്ഷതരാജേന്ദ്ര ശുണുഷവചനം മമ. സത്യമായിട്ടുള്ള വാക്ക് ഞാൻ പറയുന്നു, എൻ്റെ വാക്ക് നീ കേൾക്കുക. രാമദാസസ്യ ദൂതസ്യ വാനരസ്യ വിശേഷത. ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുരങ്ങനല്ല, രാമൻ്റെ ദൂതനാണ്. വിശേഷത രാമദൂതനായിട്ടുള്ള എൻ്റെ ഈ വാക്ക് നിനക്ക് ഹിതമായിട്ട് ഞാൻ പറയുന്നു, വേണച്ചാൽ നീ കേട്ടോ. ദേവാസുരനരേന്ദ്രേഷു യക്ഷരക്ഷോരകേഷു ച. ദേവന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ മുതലായിട്ടുള്ള ആർക്കും
തോൽപ്പിക്കാൻ കഴിയില്ല, രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആരും രാമനെ തോൽപ്പിക്കാനായിട്ടില്ല. നിൻ്റെ നാശത്തിനായിക്കൊണ്ട് നീ പ്രകാരം പ്രവർത്തിച്ചു. നിനക്ക് ജീവിതം ദുർലഭമാണെന്ന് എൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളെ നിനക്കുള്ളൂ എന്ന് നീ മനസ്സിലാക്കിക്കോ. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ മുതലായിട്ടുള്ളവർക്കൊന്നും ആ രാമനെ നേരിടാൻ കഴിയില്ല. ബ്രഹ്മാവൻ ചതുർമുഖനും ആർക്കും തന്നെ സാധ്യമല്ല. പ്രകാരം വളരെ അർത്ഥയുക്തമായിട്ടുള്ള ശരിയായ വാക്കുകൾ ഹനുമാൻ അങ്ങനെ പറഞ്ഞു. ധർമ്മയുക്തവും ഹിതകരവും ധർമ്മോചിതവുമായ വാക്കുകൾ അങ്ങനെ കേട്ടു. നല്ല ആൾക്കാരാച്ചാൽ അത് കേൾക്കില്ലേ ചെയ്യുക. പക്ഷേ കോപിച്ചു, തൻ്റെ നാശം എടുത്തത് കൊണ്ട് ദശാനന കോപവിവൃത്തലോചന സമാധിശ് തസ്യ വധം മഹാകവേ. ആരുമില്ലേ അവിടെ? രാജാവായിട്ടുള്ള എന്നോട് ഈ പ്രകാരം ഉപദേശം ചെയ്യാൻ അഹങ്കാരിയായിട്ടുള്ള ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു? ആയുധധാരികളായിട്ട് നിങ്ങൾ ഇവനെ ഇപ്പോൾ തന്നെ വധിക്കുക. രാവണൻ ആജ്ഞാപിച്ചു. ആ സമയത്താണ് വിഭീഷണൻ പറയുന്നത്, അയ്യയ്യോ ദൂതനെ വധിക്കരുത്, അത് ധർമ്മവിരുദ്ധമാണ്. ആ ദൂതവധത്തിനെ നിഷേധിക്കുകയാണ് വിഭീഷണൻ. പിന്നീട് അത് അംഗീകരിക്കുന്നു. അങ്ങനെ വാല് കൊളുത്തി അഗ്നിക്ക് ഇരയാക്കുന്ന രംഗങ്ങളാണ് ഇനി. പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീതിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം മേതറ്റ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.